ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് വിൽക്കാനുണ്ട് രോഗങ്ങൾ എന്നതിന്റെ ആക്ടിവിറ്റി പറയാനുണ്ട്. അതിനു മുമ്പായി ശ്രീവിഷ്ണു ഒന്ന് ഇത് വായിക്കുക, മുഴുവൻ വായിച്ചോ. എന്റെ ഇടയിൽ ഞാൻ ആരോടെങ്കിലും പറയുവേ. പ്രകാശിച്ചു തുടങ്ങിയപ്പോഴാണ് അയാൾ ആ വീട്ടിലെത്തിയത്. അപ്പോൾ ഗ്രഹനാഥ കതക് തുറന്നിട്ട് പറഞ്ഞു, വേഗം കയറൂ അമ്മാവ. അകത്തു കയറൂ അമ്മാവ. അയാൾ അമ്പരപ്പോടെ ചോദിച്ചു. വാതിൽ അടച്ച് ജനൽ കർട്ടനുകൾ വലിച്ചുകൊണ്ട് ആ വീട്ടമ്മ മറുപടി നൽകി. ഓ, ഒന്നും പറയണ്ട അമ്മാവ, ഇവിടെ മുഴുവൻ കൊതുകുകളാ, കൊത്തിക്കൊല്ലുന്ന കൊതുകുകൾ. കൊതുകു ശല്യം ഇന്ന് എവിടെയും ഒരു ചർച്ചയാണ്. പട്ടണങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും സന്ധ്യ മയങ്ങുന്നതോടെ കൊതുകു പട്ടാളത്തിന്റെ പടയോട്ടം ആരംഭിക്കുകയായി. കൊതുകുകൾ ഭൂമിയിൽ നിവസിച്ചു തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായി എന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചെറിയൊരു നെൽമണിയുടെ വലിപ്പം പോലും ഇല്ലെങ്കിലും മാരകാരോഗങ്ങൾ വഹിക്കുന്ന ഭീകര പ്രവർത്തകരാണ് കൊതുകുകൾ ചെയ്യുന്നത്. രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ ഈ അണുക്കളെ ഇവ മനുഷ്യരിലേക്ക് കടത്തിവിടുന്നു. ചരിത്രത്തിൽ എല്ലാ യുദ്ധങ്ങളിലും കൂടി ഇന്ന് വരെ മരിച്ചിട്ടുള്ളതിൽ കൂടുതൽ ആളുകൾ കൊതുകു ശല്യം കൊണ്ട് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. സ്വന്തം ശരീരത്തിന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഇരകളെ ആക്രമിക്കാനുള്ള മാരകായുധങ്ങളുമായിട്ടാണ് കൊതുകിന്റെ പറക്കൽ. 2 കത്തികൾ, വലിയൊരു സിറിഞ്ച്, 2 അറക്കവാളുകൾ എന്നിവയെല്ലാം കയ്യിലുണ്ട്. ആദ്യം വെട്ടുകത്തിയും ഉപയോഗിച്ച് ജന്തുവിന്റെ തൊലിപ്പുറം ചെറുതായി ദ്വാരമുണ്ടാക്കും. പിന്നീട് കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചു കുടിക്കും. രക്തം ഊറ്റിക്കുടിക്കാൻ തുടങ്ങും മുമ്പേ അതിന്റെ ഉമിനീർ പുറത്തേക്കൊഴുകി വിടും. ഈ ഉമിനീരിലൂടെയാണ് രോഗാണുക്കൾ രക്തത്തിൽ കലരുന്നത്. ഉമിനീരിലെ രാസവസ്തുക്കൾ മൂലം കൊതുകുകടി നമുക്ക് ആദ്യം അറിയാൻ കഴിയില്ല. അല്ല, കടിക്കാൻ കൊതുകുകൾക്ക് പല്ലുകൾ എവിടെ? അത് കുത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചേക്കാം. ശരിയാണ്, കൊതുകുകൾ കുത്തിത്തുളയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നാം കൊതുകു കടിക്കുന്നു എന്നേ പറയാറുള്ളൂ. കൊതുകിന്റെ മൂളിപ്പാട്ടും പ്രസിദ്ധമാണ്. പക്ഷേ അവ യഥാർത്ഥത്തിൽ പാടുകയാണോ? ഒരിക്കലുമല്ല. തേനീച്ചയുടെ മുരൾച്ച പോലെ കൊതുകുകളുടെ അതിവേഗത്തിലുള്ള ചിറകടി ശബ്ദം നമുക്ക് പോയോ ശ്രീവിഷ്ണു? നെക്സ്റ്റ് ജുവാന ഒന്ന് വായിച്ചേ. ജുവാന, അവിടുന്ന് മോനെ അങ്ങോട്ട് വായിച്ചേ. ഒന്നും കേൾക്കുന്നില്ല, ഒന്നിവിടെ കേൾക്കുന്നില്ല. ജുവാന, ഞാൻ തന്നെ വായിക്കാം.
ശ്രീവിഷ്ണു ഇപ്പൊ മ്യൂട്ട് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അതിവേഗത്തിലെ ചിറകടി ശബ്ദമാണ് നമുക്ക് മൂളിപ്പാട്ടായി അനുഭവപ്പെടുന്നത്. ഒരു സെക്കൻഡിൽ 1000 തവണ വരെ കൊതുകുകൾ ചിറകടിക്കാറുണ്ട്. പെൺകൊതുകുകൾ വലിയ ആപത്കാരികളാണ്. ചോര കുടിക്കാൻ നമ്മെ കുത്തിത്തുളച്ച് കൊല്ല ചെയ്യുന്നത് പെൺകൊതുകുകളാണ്. പൂന്തേനും ചെടികളുടെ നീരും ഊറ്റിയെടുത്താണ് ആൺകൊതുകുകൾ പടക്കുന്നത്. ദോഷം പറയരുതല്ലോ. പെൺകൊതുകുകൾ ചോര കുടിക്കുന്നത് മുട്ടകൾ വിരിയാൻ ആവശ്യമായ ഭക്ഷണവും പോഷണവും ലഭിക്കാനാണ്. സ്വന്തം ഭാരത്തിന്റെ 3-4 ഇരട്ടി രക്തം അകത്താക്കുന്നതു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആൺകൊതുകിന്റെ ജീവിതം ഏറിയാൽ 7-8 ദിവസം ഉള്ളൂ. എന്നാൽ പെൺകൊതുകുകൾ 1 മാസത്തോളം ജീവിച്ചിരിക്കും. അതിനകം ഈ മൂളിയലങ്കാരി 3000-ഓളം മുട്ടകൾ ഇട്ടിട്ടുണ്ടാകും. വേനൽക്കാലത്ത് 10 ദിവസം മാത്രമെങ്കിലും എന്തിനും പോന്ന് കൊതുകിന് സമാധി കഴിഞ്ഞ് പുറത്തു വരാൻ മന്ത് വീണ്ടും പോയോ? മലമ്പനി, മഞ്ഞപ്പനി എന്നിങ്ങനെ മരണം വിതയ്ക്കുന്ന രോഗങ്ങളുടെ മൊത്ത വിതരണക്കാരാണ് കൊതുകുകൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ശരീരത്തിന്റെ ചൂരും തിരിച്ചറിയാനുള്ള കൊതുക് ഇരയെ കണ്ടെത്തുന്നത് നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മുഖ്യ ആകർഷണ ഘടകം. കൊതുകുതിരികൾ ചെയ്യുന്നത് ഇവർ ഇരുന്ന വഴി മുടക്കുകയാണ്. മുടക്കുകയാണ്. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് നോക്കിയേ. ഇനി അടുത്ത കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കണം. കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾക്ക് കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാവാതെ വരുന്നു. ശാസ്ത്രം സംഭാവന ചെയ്ത
ചെയ്ത ഈ രക്ഷയുമായി നമ്മൾ ഉറങ്ങുമ്പോൾ മുറിയിലെങ്ങാനും കയറി വന്നാൽ ഇവൾ അവന്റെ പറ പറക്കും. ചിറകിലൊരു ചിറകിലൊരു മഞ്ഞ പനിയുടെ മൂളിപ്പാട്ടുമായി തലയിലൊരു മാരകരോഗം സൂചിയുമായി. ഓക്കെ, അപ്പൊ കൊതുകിന്റെ എന്താണ് കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കും പോലെ വായിക്കണം. എങ്ങനെയാ ലാസ്റ്റ് പാരഗ്രാഫ് എങ്ങനെയാ? ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത്. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മുഖ്യ ആകർഷണ ഘടകം. ആരുടേത്? കൊതുകിൻ്റെത്. കൊതുക് തിരികൾ ചെയ്യുന്നത് ഇവൾ വരുന്ന വഴി മുടക്കുകയാണ്. കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും. ഈർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? നനവും ഗന്ധവും. ഗന്ധം മണം. ചൂടും കൊതുകിന് മനസ്സിലാവാതെ വരുന്നു. ശാസ്ത്ര സംഭാവന ചെയ്ത ഈ രക്ഷയുമായി നമ്മൾ ഉറങ്ങുമ്പോൾ മുറിയിലെങ്ങാൻ കയറി വന്നാൽ ഇവൾ, ആര്? കൊതുക്, ഉടൻ പറവറക്കും. ചിറകിലൊരു മഞ്ഞപ്പനിയുടെ മൂളിപ്പാട്ടുമായി തലയിലൊരു മാരക രോഗം പകർത്തും സൂചിയുമായി. അല്ലെ? കൊതുക് വരുന്നത് എങ്ങനെ തന്നെയാണ്? നമുക്ക് എന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ കൊണ്ടുതരാൻ തന്നെയാണ്. അതുകൊണ്ട് കൊതുകിനെ നമ്മൾ ആവുന്നത്ര സൂക്ഷിക്കുക എന്നാണ് ഈ പാഠത്തിൽ നമുക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കൊതുക് കടിയേൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കരുത്. പറ്റുന്നത്ര കൊതുകിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? അടുത്ത് എന്താ പറയുന്നത്? ഒരു പാട്ട് മൂളാം. ഒരു പാട്ട് മൂളാം എന്നാണ് പറയുന്നത്. മൂളി മുരണ്ടു വരുന്നല്ലോ മൂളിയലങ്കാരി, മന്തും പനിയും വിൽക്കാനെത്തിയ മൂളിയലങ്കാരി, ഇവളെ അകത്തു കയറ്റിപ്പോയാൽ വീട് മുടിഞ്ഞിടും, ഇവർക്ക് താവളമേകിപ്പോയാൽ നാട് മുടിഞ്ഞിടും. എന്താ പറഞ്ഞത് കൊതുകിനെ പറ്റി? മിസ്സിന് വീഡിയോ ശരിയില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഓഫ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഒരു കാരണവശാലും വീഡിയോ ഓഫ് ചെയ്യേണ്ട. എല്ലാ കുട്ടികളും വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ, രാവിലത്തെ ക്ലാസ്സിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. രാവിലെ തന്നെ നമ്മുടെ ഒരു മൂഡിലെസ് ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, നല്ല ക്ലാസ് ആണ് 6ാം ക്ലാസ്സിൽ. ഇപ്പൊ അത്ര മൂളി മുരണ്ടു വരുന്നല്ലോ, മൂളിയിട്ടാണ് വരുന്നത്. എന്താണ് കൊതുക് എന്താ പറഞ്ഞത്? മൂളുന്നത് പറഞ്ഞത് എങ്ങനെയാ? അതിന്റെ ചിറകടി ശബ്ദാണെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ ഇതിൽ തന്നെ. എന്താണ്? തേനീച്ചയുടെ മുരൽ പോലെ കൊതുകുകളുടെ അതിവേഗത്തിലുള്ള ചിറകടിയുടെ ശബ്ദമാണ് നമ്മൾ എന്ത് മൂളിപ്പാട്ടായി എന്ന് കരുതുന്നത്, അല്ലെ? ഒച്ച കേൾക്കുന്നത്. അപ്പൊ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ 1000 തവണ വരെ കൊതുകുകള് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ചിറകടിക്കാറുണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോ അതാണ് പറഞ്ഞ മൂളി മുരണ്ട് വരുന്നല്ലോ മൂളിയലങ്കാരി, മന്തും പനിയും വിൽക്കാനെത്തിയ മൂളിയലങ്കാരി. പിന്നെയോ മന്തും പനിയൊക്കെ കൊണ്ടുതരുന്ന ആരാ? കൊതുകാണ്. അതാണ് അതിൽ പറയുന്നത്, അല്ലെ? പിന്നെയോ ഇവളെ അകത്തു കയറ്റിപ്പോയാൽ വീട് മുടിഞ്ഞിടും, അല്ലെ? കൊതുക് നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട് മുറിഞ്ഞു. എന്താ വെച്ചാൽ അസുഖം വരും, അല്ലെ? അസുഖം വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കാനേ ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ നമ്മുടെ വീട് മുടിഞ്ഞിടും, അല്ലെ? എന്താണ് വീട് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാൻ ഉണ്ടാവൂല പറഞ്ഞത്? ക്യാഷ്, അല്ലെ? അപ്പൊ നെക്സ്റ്റ് എന്താ പറഞ്ഞ? ഇവൾക്ക് താവളമേകിപ്പോയാൽ നാട് മുടിഞ്ഞിടും. അപ്പൊ നാടും വീടും ഒക്കെ മുടിയും രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെ? കൊതുക് കടിക്കുന്ന സാംക്രമിക രോഗങ്ങളായിരിക്കും. അപ്പൊ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കീഴടക്കിയിട്ടേ പോവൂ, അല്ലെ? അങ്ങനത്തെ അസുഖങ്ങള് ഇപ്പൊ നമ്മള് ഈ കൊറോണ കൊണ്ട് തന്നെ 1 വർഷം കഴിഞ്ഞു, അല്ലെ? ഓക്കെ, അപ്പൊ അത്രയും അസുഖങ്ങള് നമ്മുടെ അത്രയും നമുക്ക് സ്വാധീനിക്കും. കാരണം നമ്മളെ ജീവിതം തന്നെ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. നമുക്ക് ക്ലാസ് വരെ ഇപ്പം ഇതുപോലെയുള്ള സംഭവത്തിലായി, അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ നാട് വരെ മുടിഞ്ഞിടുന്നാണ് അതിൽ പറഞ്ഞത്. നെക്സ്റ്റ് പദങ്ങളുടെ അർത്ഥാണ്. പദങ്ങളുടെ അർത്ഥം നിങ്ങൾ കഴിഞ്ഞ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് റെഡി ആവുന്നതേ ഉള്ളൂ, സെൻഡ് ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾ ഈ പാഠം
12 വിൽക്കാനുണ്ട് രോഗങ്ങൾ എഴുതിയിട്ട് നോട്ട് എല്ലാവരും ക്ലിയർ ചെയ്യുന്നില്ലേ? കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ജുവാന കുറെ കാലം എനിക്ക് നോട്ട് ഇട്ട് തന്നിട്ട് ഇതുവരെയുള്ള നോട്ട് എനിക്ക് നാളെ ഒരു 10 മണിക്കുള്ളിൽ സെൻഡ് ചെയ്ത് തരണം ജുവാന. ഓക്കെ, ജുവാനെ നോട്ട് ഞാൻ കുറെ കാലമായി കണ്ടിട്ട്. അർജുനും ജുവാനിയും ഹലീമ ഇട്ട് തന്നോ? ഹലീമ ഈ പടത്തിന്റെ ഈ കഴിഞ്ഞേ ഇല്ല. എല്ലാ കുട്ടികളും ഇന്നെ നമ്പറിലേക്ക് ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ട് തരണം. ഹരിനന്ദ് ഹരീഷ് ഒരാഴ്ചയായിട്ട് ക്ലാസ് കയറാറില്ല, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ട് തരണം. ഓക്കെ, അപ്പോ നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാ കുട്ടികളും കൃത്യമായി നോട്ട് ഇന്ന്. ജുവാനൊക്കെ കുറെ അധികം ഉണ്ടോ എഴുതാൻ? ജുവാന ഉണ്ടോ? കേൾക്കുന്നില്ല ജുവാനൊക്കെ? ജുവാന പോയോ അപ്പോഴേക്ക്? ഇല്ല. ഓക്കെ, ജുവാന ജുവാനൊക്കെ കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഈ നാളെ 10 മണി വരെക്കുള്ളിൽ എല്ലാ കുട്ടികളും എനിക്ക് നോട്ട് സെൻഡ് ചെയ്ത് തന്നെ. ഏത് വരെയുള്ളത്? അതായത് ആ പോയത്തിന് തൊട്ട് മുമ്പിലുള്ള പാഠം ഏതാണ്? നമ്മുടെ പാഠം ആതിര? എന്താണ്? ഭക്തിയുടെ ശക്തി. അവിടെ വരെയുള്ള നോട്ട് എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ 10 മണിക്കുള്ളിൽ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കണം. ഓക്കെ, അർജുൻ അയച്ചു തന്നാലും മതി. ഇപ്പൊ എല്ലാവർക്കും നോട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഇപ്പം തന്നെ അയച്ചു തന്നാൽ മതി. നാളെ 10 മണി പറഞ്ഞാൽ കുറെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. എന്ത് വന്നാലും നിങ്ങൾ ഇതുവരെയുള്ള നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലവര്. അർജുൻ എത്ര വരെയായി അർജുൻ നോട്ട്? 10ാമത്തെ പാഠം വരെ ആയി. അവിടുന്ന് ഇങ്ങോട്ടോ ആരെഴുതും? ഞാൻ എഴുതണോ? 10ാമത്തെ വരെ കംപ്ലീറ്റ് ചെയ്തോ? ഉറപ്പന്നെയോ? ഇല്ല ഇല്ല, നിജാദിന്റെ അയച്ചു ഓൾറെഡി. അയക്കണ്ട, അയക്കാത്ത കുട്ടികളാണ് കേട്ടോ നിജാദേ. നിജാദ് ആതിരി അയച്ചു തന്നില്ല അതിനാ? ശ്രീവിഷ്ണു അയച്ചു, ആതിരി അയച്ചില്ലാന്ന് തോന്നുന്നു. 11 ജീവ അയച്ചോ? ജീവ ജോയല് ഞാൻ നോട്ട് എഴുതി തരുന്നത് അന്നേരം അയക്കണേ. ഓക്കെ, അപ്പൊ 11ാമത്തെ പാഠം അല്ലെ 10ാമത്തെ പാഠം വരെ ഉള്ളത് അർജുൻ കംപ്ലീറ്റ് ആയിട്ടു. ഓക്കെ, നീ 10ാമത്തെ വരെയില്ലേ അയച്ചു തന്നിട്ടില്ലോ മിസ്സിന്? പിന്നെ എനിക്ക് കിട്ടിയവരുത് ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് കിട്ടിയവരുത്. ഓക്കെ, അപ്പൊ 10 വരെയുള്ള പാഠം കംപ്ലീറ്റ് ചെയ്യരുത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ കിട്ടാത്തവരുത് ഞാൻ എഴുതാറുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള കുട്ടികൾ അയച്ചു തന്നവർക്ക് അറിയാലോ ഞാൻ എത്ര പേര് അയച്ചു തന്നു. അതിനുശേഷമുള്ളവര് അയച്ചു തരണം. അപ്പോൾ എഴുതി തീരാത്തവർക്ക് ഞാൻ 10 മണി വരെ നാളെ 10 മണി വരെ സമയം തന്നിട്ടുള്ളത്. കൃത്യമായി എഴുതിയിട്ട് നോട്ട് സെൻഡ് ചെയ്ത് തരണം. എനിക്ക് 2 പാഠം എഴുതാനുണ്ട്. ഹലീമ എവിടെയായിരുന്നു? ഹലീമ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ ഇന്ന്? പിന്നെന്താ എഴുതാത്ത നോട്ട്? കൃത്യമായി നാളെ 10 മണിക്കുള്ളിൽ അയച്ചു തന്നോണം. അപ്പോൾ അതുവരെയുള്ളത് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനുശേഷമുള്ളത് ഞാൻ നോട്ട് തരാം. അതിനുശേഷം നിങ്ങൾ 12ാമത്തെ പാഠത്തിന്റെ അർത്ഥം എഴുതണം. അതിൽ ഫസ്റ്റ് വൺ കൊടിയ ശത്രു. കൊടിയ ശത്രു പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. കൊടിയ എന്നുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? വലിയ. അതെന്താ ജുവാന വേറെ ബുക്കിൽ എഴുതുന്ന? ജുവാന ഇപ്പോ ഫസ്റ്റ് സെമസ്റ്ററിലെ ബുക്ക് എന്തേ കാണുന്നില്ലേ? എവിടെ പോയി അത്? ജുവാന കുട്ടികൾക്കൊന്നും ഒരു സീരിയസും ഇല്ല. ഓക്കെ, അപ്പൊ കൊടിയ ശത്രു, വലിയ ശത്രു അല്ലെങ്കിൽ ഉഗ്രനായ ശത്രു. നെക്സ്റ്റ് ഭീകരം, ഭയമുണ്ടാക്കുന്നത്. സുഷിരം, ദ്വാരം. സുഷിരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഓസോൺ പാളിക്കെല്ലാം സുഷിരം വീണ് കിടപ്പുണ്ട് പറയുന്ന ദ്വാരം എന്നുള്ള അർത്ഥാണ്. നെക്സ്റ്റ് ഈർപ്പം, നനവ്. ഗന്ധം, മണം. സുഗന്ധം എന്ന് പറയില്ലേ? നല്ല മണത്തിനാണ് സുഗന്ധം എന്ന് പറയാ. ബാഡ് സ്മെല്ലിനോ ദുർഗന്ധം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഗന്ധം എന്ന് പറഞ്ഞാൽ
മണം. എന്തിനും പോന്ന, എന്തിനും മതിയായ. ഇനി ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ പല ക്ലാസ്സിലായി പഠിച്ചല്ലേ ആണ് അല്ലെ. ശത്രു, മിത്രം, വലിപ്പം, ചെറുപ്പം, ആകർഷണം, വികർഷണം. നെക്സ്റ്റ് പര്യായം കൊതുക്, മശം, മശകം. കൊതുകിന്റെ നിങ്ങൾ പര്യായപദം ഇതിനു മുമ്പ് കുറെ പഠിച്ചിട്ടേ ഇല്ല അല്ലെ. അപ്പൊ കൃത്യമായി പഠിക്കണേ. കൊതുക്, മശം, മശകം. രക്തം പഠിച്ചിട്ടുണ്ട്. ചോര, നിണം, രുധിരം. ശരീരം പഠിച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ പാഠത്തിൽ ഏതിലോ ഉണ്ട്. മേനി, കായം, ഗാത്രം. പല്ല്, ദന്തം, രഥം, രഥനം. ഓക്കെ. നെക്സ്റ്റ് പിരിച്ചെഴുതുകയാണ്. വാതിൽ അടച്ച്, വാതിൽ പ്ലസ് അടച്ച്. കുത്തിക്കൊല്ലുന്ന, കുത്തി പ്ലസ് കൊല്ലുന്ന. വേണ്ട കേട്ടോ. കുത്തി അത് അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തോ. ഇപ്പം തന്നെ കുത്തി പ്ലസ് കൊല്ലുന്ന. വേണ്ട. നെക്സ്റ്റ് നെന്മണി, നെൻ പ്ലസ് മണി, അല്ലെങ്കിൽ നെൽ പ്ലസ് മണിയും എഴുതാട്ടോ. നെന്മണി കുഴപ്പമില്ല. അപ്പൊ നെന്മണി എന്ന് എഴുതിയാലും മതി. നെൻ പ്ലസ് മണി. രോഗാണു, രോഗ പ്ലസ് അണു അല്ലേ. രോഗ പ്ലസ് അണു. രോഗാണു എന്നുള്ളതിന്റെ രോഗ പ്ലസ് അണു. ഓക്കെ. രോഗം പ്ലസ് അണു എന്നല്ലേ? രോഗം പ്ലസ് അണു എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുപോലെ നെന്മണി, നെൽമണി എഴുതാം. നെൽ പ്ലസ് മണി എഴുതാം. നെല്ലിന്റെ മണിയല്ലേ നെന്മണി. അപ്പൊ നെൽ പ്ലസ് മണി ഇല്ലാവാം. നെന്നേനും കുഴപ്പമില്ല. നെൽ പ്ലസ് മണിയും ആണ്. അതുപോലെ രോഗം പ്ലസ് അണു, രോഗ, ചിലവർ രോഗ പ്ലസ് അണു എന്ന് എഴുതും. അത് പ്രശ്നമില്ല കേട്ടോ. ഇനി ശരിയായ പദം കണ്ടെത്താം. സന്ധ്യ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലെ. സന്ധ്യ അറിയാലോ. ഫസ്റ്റ് ആണ്. ടിക്ക് ഇട്ടോ ഇവിടെ. ശരിയായ പദം കണ്ടെത്താം നിലയിൽ സന്ധ്യ ആദ്യത്തെ സന്ധ്യയാണ്. നെക്സ്റ്റ് ശാസ്ത്രജ്ഞൻ, ശാസ്ത്രജ്ഞൻ ഏതാ വരുവാ? ഓക്കെ. ശാസ്ത്രജ്ഞൻ ജി പ്ലസ് ஞாയാണ് അല്ലെ. ഒന്നല്ലേ? നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. ശാസ്ത്രന്മാരുടെ എവിടെയോ ഉണ്ട് ശാസ്ത്രജ്ഞൻ. ഓക്കെ. ശാസ്ത്രജ്ഞൻ എന്നാ വരുക. അപ്പൊ ജി പ്ലസ് ஞா. നെക്സ്റ്റ് വൺ ഘടകം. ആദ്യത്തെ തന്നെ ഘടകം. ഓക്കെ. അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. കൊതുക് രക്തം കുടിക്കുന്നത് എങ്ങനെ? എങ്ങനെയാ രക്തം കുടിക്കുന്നത്? കുറെ പേരോട് ഞാൻ ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്യാൻ പറഞ്ഞ പാഠത്തിന്റെ ചെയ്തിട്ടില്ല. എങ്ങനെയാ രക്തം കുടിക്കുന്നത് കൊതുക്? ടെക്സ്റ്റ് വായിച്ചവർക്ക് വേഗം കിട്ടും. എങ്ങനെയാ ആൻസർ? കൊതുക് രക്തം കുടിക്കുന്നത് എങ്ങനെ? ആദ്യം കടിക്കാൻ കൊതുകിന് പല്ലുകൾ എവിടെ? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാണ് കൊതുക് രക്തം കുടിക്കുന്നത്? ആദ്യം എങ്ങനെയാ കൊതുക് രക്തം കുടിക്കുന്നത്? ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് തൊലിപ്പുറമെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. അങ്ങനെയല്ലേ രക്തം കുടിക്കുന്നത്? ചോര, രക്തം അർത്ഥം. രക്തനിലിന്റെ അർത്ഥാണ് കേട്ടോ ചോര. ചോര, നിണം, രുധിരം ഒക്കെ. അപ്പൊ അങ്ങനെയാണ് രക്തം കുടിക്കുന്നത് അല്ലെ. രക്തം കുടിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ആദ്യം എന്താ ചെയ്യുക? അവിടെ ഇങ്ങനെ എഴുതാം. അതിന് തൊട്ട് മുന്നേ വരെ ഉള്ളത് വേണമെങ്കിൽ എഴുതാം. വലിയൊരു സിറിഞ്ച് അല്ലെ, 2 കത്തികൾ, 2 അറക്കവാൾ എന്നിവയെല്ലാം കയ്യിലുണ്ട്. അതുകൊണ്ട് അത് ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് ജന്തുവിന്റെ തൊലിപ്പുറമെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും അല്ലെ. അങ്ങനെയാണ് കൊതുക് രക്തം കുടിക്കുന്നത്. നെക്സ്റ്റ് ആൺകൊതുകിന്റെ ഭക്ഷണം എന്താണ് ആൺകൊതുകിന്റെ ഭക്ഷണം? ടെക്സ്റ്റ് പൂന്തേനും. ആതിര മാത്രമേ നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചുള്ളൂ. ചെടികളുടെ നീരും. ഓക്കെ. അപ്പൊ അറിയാല്ലേ. പൂന്തേനും ചെടികളുടെ നീരും ഊറ്റിയെടുത്താണ് ആൺകൊതുകുകൾ വിശപ്പടക്കുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ അതാണ്. നിങ്ങൾ അന്നേരം വേണമെങ്കിൽ മാർക്ക് ചെയ്തോട്ടോ. അവിടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്. നെക്സ്റ്റ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത് എങ്ങനെയാ ഇരയെ കണ്ടെത്തുന്നത്? കൊതുക് ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത് അല്ലെ. ശരീരത്തിന്റെ കണ്ടോ നിങ്ങള് എല്ലാവരും കണ്ടോ? മാർക്ക് ചെയ്തോ. ലാസ്റ്റ് പറയുക ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ എന്താണ് ക്വസ്റ്റ്യൻ?
ഉം? കൊതുകുകൾ കൊതുകുകൾ പരത്തുന്ന രോഗം എന്തെല്ലാം മഞ്ഞപ്പനി മന്ത്, മലമ്പനി, മന്ത്, മഞ്ഞപ്പനി. ഓക്കെ, ഡെങ്കിപ്പനി, ഡെങ്കിപ്പനി എല്ലാം ഉണ്ട് ഇപ്പൊ അല്ലെ. മന്ത്, ഇതിൽ പറയുന്നത് മന്ത്, മലമ്പനി, മലമ്പനി, മഞ്ഞപ്പനി. നെക്സ്റ്റ് കൊതുക് തിരികൾ കൊതുകുകളെ ചെറുക്കുന്നത് എങ്ങനെ? 5ാമത്തെ ക്വസ്റ്റ്യൻ. കൊതുക് തിരികൾ ലാസ്റ്റ് പാരഗ്രാഫിലാ വരുക. കൊതുകിന്റെ ശരീരത്തിന് ധാരാളം സുഷിരങ്ങളുണ്ട്. തിരി കത്തുമ്പോൾ ഉള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാവാതെ വരുന്നു. ശാസ്ത്രം സംഭാവന ചെയ്ത ഈ രക്ഷയുമായി നമ്മൾ ഉറങ്ങുമ്പോൾ മുറിയിലെങ്ങാൻ കയറി വന്നാൽ ഇവൾ ഉടൻ പറക്കും. ഓക്കെ, അതുവരെ മതി, അത്ര തന്നെ വേണമെന്നില്ല. കൊതുകിന്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാവാതെ വരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കൊതുക് തിരികൾ കൊതുകുകളെ ചെറുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 5 ക്വസ്റ്റ്യനും ഉണ്ട് ആ പാഠത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 11ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നതിന് ശേഷം അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അർത്ഥം എഴുതുക കേട്ടോ. ബാക്കിയുള്ള വർക്കുകളെല്ലാം ആക്ടിവിറ്റി എല്ലാം എഴുതി സൂക്ഷിക്കണം, നോട്ടിൽ കൃത്യമായി സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠം പഠിക്കാം. അപ്പൊ വിൽക്കാനുണ്ട് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞു, എന്ത് രോഗങ്ങള് വിൽക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുന്നത് എന്തിനാ? ഒരുപാട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വിൽക്കുക അല്ലെ. നമ്മുടെ ആവശ്യവും കഴിച്ച്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ആവശ്യവും കഴിച്ച് നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ പുറത്ത് കൊടുക്കുക. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ വിൽക്കാനുണ്ട് രോഗങ്ങൾ എന്ന് പറഞ്ഞാല് രോഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആവശ്യത്തിലും കൂടുതൽ അല്ലെ. ആവശ്യത്തിൽ അധികമുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ വിൽക്കുക. നമ്മുടെ വീട്ടിൽ കുറച്ച് തേങ്ങയുള്ളെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കുവോ? ഇല്ല. കുറച്ച് അധികം ഉണ്ടെങ്കിലാണ്, ആവശ്യവും കഴിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ തേങ്ങ വിൽക്കുക. അപ്പോൾ രോഗങ്ങളായിട്ട് രോഗങ്ങൾ വിൽക്കാൻ മാത്രം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഈ പാഠഭാഗം നല്ലപോലെ 2-3 പ്രാവശ്യം നല്ലപോലെ വായിക്കുക. ആരും വായിക്കുന്നില്ല, വായിക്കാൻ തപ്പി തടയാണ് എല്ലാരും. അപ്പോ നല്ല പോലെ വായിക്കുക. പറയുന്നല്ലാണ്ട് ആരും ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ നിങ്ങൾക്ക് കാണാതെ അറിയാൻ പറ്റും വേഗം. അപ്പൊ നമ്മുടെ 12ാമത്തെ പാഠവും ഫിനിഷായി. നമ്മൾ ഗ്രാമറും കുറച്ച് എടുക്കാനുണ്ട്. 2-3 ഇനിയും കുറെ പാഠമില്ല. എത്ര പാഠമുണ്ട് നമുക്ക് ടോട്ടല്? ആർക്കറിയാം? നോക്കാതെ 18. നോക്കീനോ? ഞാൻ 2 ദിവസം മുന്നേ നോക്കിയതാ. അതെ അല്ലേ. ഓക്കെ, അപ്പൊ 18 പാഠാണുള്ളത് നമുക്ക് ടോട്ടല്. അതില് നമ്മ ഇപ്പൊ 13ാമത്തെ പാഠം എത്തി അല്ലേ. ഇനി 13ാമത്തെ പാഠല്ലേ എടുക്കേണ്ടത് നമുക്ക്. അപ്പോ ഇനിയും ഉണ്ട് 5 പാഠമുണ്ട്. ഇത്രയും ക്ലാസ് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് ഇനി 5 പാഠമുണ്ട് അത്രേ. ഓക്കെ, എല്ലാ പാഠം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് റിവിഷൻ ആക്കായിരുന്നു നമുക്ക് ഫസ്റ്റ് മുതൽ. എന്നാൽ എത്ര പേര് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ. അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പാഠം എടുക്കാം. അപ്പൊ പാഠം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ആക്കാം കേട്ടോ. നിങ്ങള് എക്സാം നമ്മളിപ്പോ എത്ര പാഠം ഇനി എക്സാം ഇടാനുണ്ട്? എവിടം വരെ നമ്മൾ എക്സാം ഇട്ടത്? ആർക്കും ഓർമ്മയില്ല അല്ലെ. ഉണ്ണിയാർച്ചയുടെ പാഠം വരെ നമ്മൾ എക്സാം ഇട്ടു. അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇടാനുണ്ട് നമുക്കല്ലേ. പഠിക്കുന്നുണ്ടോ എല്ലാവരും? എക്സാം ഇടാണ്ടും എവിടെയല്ലേ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു നമുക്ക്. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് ഏതായാലും പാഠം എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എക്സാം റിവിഷൻ പോലെ ചെയ്യണം അല്ലേ. അല്ലേ നല്ലത്? അല്ല അവിടെ വെക്കുവോ എല്ലാവരും പഠിക്കാതെ? ഏത് സമയവും എക്സാം ഇടുക കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, ബൈ. സുഖമായിട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ബൈ.
I see you next class. See you tomorrow. Okay. Bye.